വ്യാപാര യുദ്ധത്തിന് തുടക്കം കുറിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്നാണ് തീരുവകൾ മരവിപ്പിക്കാൻ തീരുമാനിച്ചത്. US ട്രഷറി ബോണ്ടുകളുടെ വില കുത്തനെ താഴ്ന്നതാണ് ട്രംപ് പിന്തിരിയാനുള്ള കാരണം. നിക്ഷേപകർ കൂട്ടത്തോടെ ട്രഷറി ബോണ്ടുകൾ വിറ്റഴിക്കാനും തുടങ്ങിയിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുടെ സൂചനയാണിത്. അമേരിക്ക വലിയ സാമ്പത്തിക ശക്തിയാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പക്ഷേ അമേരിക്കയുടെ കടം അത് കണക്ക് കൂട്ടലിനും അപ്പുറമാണ്. ഈ കാണുന്നത് പോലെ 36.2 ലക്ഷം കോടി ഡോളറാണ് അമേരിക്കയുടെ കടം. പല രാജ്യങ്ങളും പല ബാങ്കുകളും എല്ലാം അമേരിക്കൻ ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നുണ്ട്. പെട്ടെന്ന് വിറ്റ് പണമാക്കാവുന്ന സേഫ് ഡെപ്പോസിറ്റ് ആണ് ഇത്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് വരെ 22,500 കോടി ഡോളർ നിക്ഷേപമുണ്ട് അമേരിക്കൻ ബോണ്ടിൽ. ട്രംപ് തീരുവ കൂട്ടി. അപ്പോൾ എന്ത് സംഭവിച്ചു? ആദ്യം ബോണ്ടിന്റെ വരുമാനം കൂടി വെറും 0.5%. ബോണ്ടിന്റെ പലിശ കൂടിയപ്പോൾ ആളുകൾ കൂട്ടത്തോടെ അത് വിറ്റഴിക്കാൻ തുടങ്ങി. ബോണ്ടുകളുടെ വില ഇടിഞ്ഞു. വേറെ വഴിയില്ലാതെയാണ് ട്രംപ് തീരുവ മരവിപ്പിച്ചത്. ഓഹരി കടപ്പത്രം വിപണി ഇടിയാൻ തുടങ്ങിയപ്പോൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ വീണ്ടും സ്വർണത്തെ ആശ്രയിക്കാൻ തുടങ്ങി. കേരളത്തിൽ 3 ദിവസത്തിൽ പവന് കൂടിയത് 4,160 രൂപയാണ്. പവൻ 70,000 തൊടാൻ ഇനി 40 രൂപ കൂടി മാത്രം മതി.